പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യൻ ചാരസംഘടന എന്ന് വിളിക്കപ്പെടുന്ന റോയുടെ ജീവനക്കാരനാണ്. ഞെട്ടിക്കുന്ന വാർത്തയല്ലേ? ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. പാകിസ്ഥാനിലെ സാമ ടെലിവിഷൻ, ഈ ടെലിവിഷനിൽ കിരൺ നാസ് എന്ന് പറയുന്ന ആങ്കർ വായിക്കുന്ന വാർത്തയിലാണ് ഈ കാര്യം പറയുന്നത്. പാകിസ്ഥാനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇത് വലിയ വാർത്തയായി എന്ന് മാത്രമല്ല, ഭക്ഷണത്തിന് വേണ്ടി ISIയുടെ ചീഫ് പാകിസ്ഥാനിൽ ജോലി ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ റോയ്ക്ക് വേണ്ടിയാണ് അയാൾ പണിയെടുത്തത്. അതായത് ISIയിൽ പണിയെടുക്കുന്നത് അന്നം കഴിക്കാൻ, പക്ഷേ അയാൾ ശരിക്കും പണിയെടുത്തത് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന് വേണ്ടിയാണ് എന്ന തരത്തിൽ പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തരംഗം. ഇപ്പോൾ നമുക്കറിയാം, ദുരന്തർ സിനിമയൊക്കെ വന്നതിന് ശേഷം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസും പാകിസ്ഥാനിലെ രഹസ്യങ്ങളുമൊക്കെ വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്ത സിനിമയാണ് ദുരന്തറിൻ്റെ 2 പാർട്ടുകളും. ദുരന്തർ സിനിമ ഇറങ്ങിയതിന് ശേഷം പാകിസ്ഥാനിലെ മുൻ ISI ചീഫായിരുന്ന ഹമീദ് ഗുളിൻ്റെ മകൻ പറയുകയുണ്ടായി, അതായത് ഈ സിനിമ ദുരന്തർ റോ ഫണ്ട് ചെയ്തിറക്കിയൊരു സിനിമയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഇത്രയും ഡീപ്പായി ഇറങ്ങിച്ചെന്ന് വിവരങ്ങൾ ശേഖരിച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ആധികാരികമാണ് ദുരന്തറിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ, സത്യങ്ങൾ. അതുകൊണ്ട് പാകിസ്ഥാൻ വല്ലാതെ വിറളിയെടുത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ സാമ TV-യിൽ കിരൺ നാസ് വായിക്കുന്ന വാർത്ത വൈറലായി വരുന്നത്. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ISIയുടെ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക് എന്ന് പറയുന്ന ആളാണ്. ഇയാൾ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ ഇത്തരം ആക്ഷേപങ്ങൾക്കൊന്നും വിധേയനാവാത്ത ഉദ്യോഗസ്ഥനാണ്. പക്ഷേ എങ്ങനെയാണ് ഈ വാർത്ത വന്നത് എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു സംഗതിയാണ്. കാരണം സത്യത്തിൽ പാകിസ്ഥാനിലാണോ ഇന്ത്യയിലാണോ ഇത് നടന്നത് എന്നാലോചിക്കും. പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറഞ്ഞത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ഇന്ത്യയിലെ റോ ഏജന്റ് എന്നാണ്. എന്നാൽ സത്യത്തിൽ നേരെ തിരിച്ചാണോ നടന്നത്? അത്ഭുതപ്പെടേണ്ട, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാകിസ്ഥാനിലെ ISIയുടെ ചീഫായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ അസാദ് ദുരാനി. അസാദ് ദുരാനി പാകിസ്ഥാനിൽ ISI തലവനായിരിക്കുമ്പോൾ ഇന്ത്യയിൽ റോയുടെ മേധാവി ആയിരുന്ന ആളുടെ പേര് അമർജിത് സിംഗ് ദുലത്ത് എന്നാണ്. രണ്ടുപേരും ഒരേപോലെ ഒരേ കാലയളവിൽ 2 രാജ്യത്തിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ തലവന്മാരായി തുടർന്നു. ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ വിരമിച്ചു. ഇനി നമുക്ക് നേപ്പാൾ വരെ പോകാം. നേപ്പാളിലെ അതിപ്രശസ്തമായ ഒരു 5 നക്ഷത്ര ഹോട്ടൽ കാഠ്മണ്ഡുവിലാണ്. അവിടെ ഒരാൾ വന്ന് മുറിയെടുക്കുന്നു. അയാളുടെ പേര് ആസാദ് ദുരാനി. അതെ, നേരത്തെ പറഞ്ഞ ISIയുടെ തലവൻ, സർവീസിൽ നിന്ന് വിരമിച്ച തലവൻ അവിടെ താമസിക്കുന്നു. തൊട്ടടുത്ത മുറിയിൽ മറ്റൊരാൾ താമസിക്കുന്നു. അയാളുടെ പേര് അമർജിത് സിംഗ് ദുലത്ത്, AS ദുലാത്ത്. അതെ, നേരത്തെ പറഞ്ഞ നമ്മുടെ റോയുടെ തലവൻ, വിരമിച്ച തലവൻ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവിടെ താമസിക്കുന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, മാസങ്ങൾ താമസിച്ചു. മാസങ്ങൾ താമസിച്ചതിന് ശേഷം ഇവർ 2 പേരും ചേർന്നൊരു പുസ്തകം എഴുതി. പുസ്തകത്തിൻ്റെ പേര് സ്പൈ ക്രോണിക്കിൾസ്, റോ, ISI ആൻഡ് ദ ഇലൂഷൻ ഓഫ് പീസ്. അങ്ങനൊരു പുസ്തകം സംയുക്തമായി റോയുടെയും ISIയുടെയും മുൻ തലവന്മാർ നേപ്പാളിൽ മറ്റൊരു രാജ്യത്ത്, മൂന്നാമതൊരു രാജ്യത്ത്, ഒരു ഹോട്ടലിൽ അടുത്തടുത്ത മുറികളിൽ താമസിച്ച് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് എഴുതിയ പുസ്തകം സ്പൈ ക്രോണിക്കിൾസ്, റോ, ISI ആൻഡ് ദ ഇലൂഷൻ ഓഫ് പീസ്. ഈ പുസ്തകം ഇറങ്ങി. പുസ്തകം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം പരസ്പര വൈരത്തിൽ നിൽക്കുന്ന 2 രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ തലവന്മാർ ഒരുമിച്ചൊരു പുസ്തകം എഴുതുന്നു എന്ന് തന്നെ വലിയ വാർത്തയാണ്. അപ്പോൾ ഇവർക്ക് തമ്മിൽ ഇത്ര വലിയ സൗഹൃദമുണ്ടായിരുന്നു എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തി. ആ പുസ്തകം വന്നപ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഭരണം കോൺഗ്രസിൻ്റെതായിരുന്നു. കോൺഗ്രസ് പാർട്ടി കൈയടിച്ചു, കൊള്ളാം, നന്നായിരിക്കുന്നു, നല്ല പുസ്തകം, മിടുക്കൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നറിയാമോ? പാകിസ്ഥാൻ അവരുടെ ഓഫീസറെ, മേജർ ജനറൽ അസദിനെ അറസ്റ്റ് ചെയ്തു. അസദ് ദുറാനിയെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ, പത്രങ്ങൾ എല്ലാം ദുറാനിയെ ദുഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇയാൾ എന്താ ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി രാജ്യത്തെ പരമോന്നതമായ ഒരു ഏജൻസിയുടെ തലപ്പത്ത് നിയമിക്കപ്പെട്ട താൻ
അതേ ജോലി ചെയ്യുന്ന ഇന്ത്യയുടെ ഏജൻസിയുടെ തലവനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമുള്ളയാളായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് വിരമിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും മാസങ്ങളോളം ഒരു മൂന്നാം രാജ്യത്ത് പോയി ഒരുമിച്ച് താമസിച്ചു അല്ലേ? എന്നിട്ട് രണ്ട് രാജ്യത്തെയും ISIയും റോയും നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകളെ കുറിച്ച് നിങ്ങൾ ഒരുമിച്ചൊരു പുസ്തകം എഴുതിയല്ലേ? എന്നിട്ടാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പറഞ്ഞത് നിങ്ങൾ അന്നം കഴിക്കാൻ വേണ്ടിയിട്ട് ISIലും ജോലി ചെയ്തത് ഇന്ത്യക്ക് വേണ്ടിയുമാണ് എന്ന് പറഞ്ഞ് ഇയാളെ ജയിലിലടച്ചു. വല്ലാതെ അപമാനിക്കപ്പെട്ടു. ഈ ദുറാനിയുടെ കുടുംബം പാകിസ്ഥാനിൽ നിന്ന് ഓടിപ്പോയി. ഇപ്പോഴും അജ്ഞാത ജീവിതം നയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരിൽ ഒരാളുടെ കഥ. രണ്ടാമൻ നമ്മുടെ ഓഫീസർ. ആര്? നമ്മുടെ റോയുടെ തലവനായിരുന്ന AS ദുലാത്ത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് സംഭവിച്ചത് അപ്പം തന്നെ ഞാൻ പറഞ്ഞു. പുസ്തകം ഇറങ്ങിയപ്പോഴേ ഭരണകക്ഷിയായ കോൺഗ്രസ് പ്രശംസിച്ചു. എന്നിട്ടോ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ മോദിയെ തെറി പറയലാണ്. മോദി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഇന്ത്യയിൽ സഞ്ചരിക്കുന്നു. ഇന്ത്യയിലെ ഒരു ഏജൻസിയും അയാളെ വിളിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ ISI മേധാവിയും ഒത്ത് മുൻ മേധാവിയുമൊത്ത് മാസങ്ങളോളം ഒരു ഹോട്ടലിൽ താമസിച്ചു? എന്താണ് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് കാരണം? എന്തൊക്കെ രഹസ്യങ്ങളാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചത്? നമ്മുടെ നാട്ടിൽ മലയാളിയായ ഹോർമിസ് തരകൻ, കേരളത്തിലെ DGP ആയിരുന്ന ഹോർമിസ് തരകൻ സാർ റോയുടെ തലവനായിരുന്നു. അദ്ദേഹം എവിടെയെങ്കിലും വന്നിട്ട് താൻ ജോലി ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇവർക്ക് അത്തരം പദവിയിലിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അന്യരാജ്യത്തെക്കുറിച്ചും ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. ആ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ മാത്രമുള്ള സൗഹൃദം, ഒരുമിച്ച് ഒരു മുറിയിലിരുന്ന് പരസ്പരം പങ്കുവെച്ച് പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അങ്ങോട്ട് ചോർത്തി കൊടുക്കുന്ന പണിയാണ്. അതുകൊണ്ടാണ് ദുരാനിയെ പാകിസ്ഥാൻ പിടിച്ച് ജയിലിലിട്ടത്. നമ്മളയാളെ പുകഴ്ത്തി എന്ന് മാത്രമല്ല, 2021 ജനുവരി 3 ഈ ദുലത്തിൻ്റെ AS ദുലാത്തിൻ്റെ ഒരു ചിത്രം പുറത്തു വന്നു. ആ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുകയാണ്. ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ അതിൽ വന്നു പങ്കെടുത്ത് രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുത്ത് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു അമർജിത് സിംഗ് ദുലാത്ത്. നോക്കൂ, നമ്മുടെ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവൻ പരസ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഹോർമിസ് തരകൻ സാറിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വേദിയിൽ കണ്ടിട്ടുണ്ടോ? ഇത്തരം ചില പദവികളിലിരിക്കുന്ന ആളുകൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. പോലീസിലും സൈന്യത്തിലും ഇരിക്കുന്നവരൊക്കെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തിരുന്ന ഒരാളും ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല. അതുമാത്രമല്ല, ശരിക്കും ഈ ദുരാനിയെ പാകിസ്ഥാനിൽ ജയിലിലിട്ടെങ്കിൽ അതേ കാര്യങ്ങൾ ചെയ്യാൻ, അതേ നടപടികൾക്ക് വിധേയനാവാൻ യോഗ്യതയുള്ള ആളാണ് ദുലാത്ത്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് ഭരിച്ചിരുന്നു എന്നതുകൊണ്ട് ഒരു ചോദ്യവും ഉണ്ടായില്ല. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് എങ്ങനെയാണ് നടന്നിരുന്നത് എന്നതിന് ഇതിൽ മികച്ച ഒരു ഉദാഹരണമില്ല. ഇപ്പോഴും അയാൾ 99-2000 കാലത്ത് റോയുടെ തലവനായിരുന്ന ദുലാത്ത് ഇപ്പോഴും കോൺഗ്രസ്സുകാരനായിരിക്കുന്നു. നരേന്ദ്രമോദിയെ തെറി പറയുന്നു, BJP തെറി പറയുന്നു. പാകിസ്ഥാനിലും വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ കാശ്മീർ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ തലക്കെട്ടെന്ന് പറയുന്നത് പാകിസ്ഥാനിൻ്റെ ഏജൻസിയായ ISIയുടെ തലപ്പത്ത് റോയുടെ ഏജൻറ്റ് എന്നാണ്. പക്ഷേ സത്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇതിന് മറുപടി പറയേണ്ടത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ്. കാരണം അന്ന് ഭരിച്ചിരുന്ന അവരാണ്. എല്ലാവിധ രാജ്യവിരുദ്ധ ശക്തികളെയും നിരന്തരം പ്രോത്സാഹിപ്പിക്കുക, പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുക്കുക, ഇതാണ് കോൺഗ്രസിൻ്റെ അന്നത്തെയും ഇന്നത്തെയും നയം. ഇന്ന് 26 വർഷത്തിന് ശേഷം അയാൾ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഇപ്പോൾ 85 വയസ്സെങ്കിലും കാണും ഈ ദൂരത്തിന്. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന അതേ നിലപാടുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധി അയാളെ എൻഡോഴ്സ് ചെയ്യുന്നു, തൻ്റെ രാഷ്ട്രീയ പരിപാടികൾക്ക് കൂട്ടായി കൊണ്ടു നടക്കുന്നു. ആരാണ് ചാരൻ? ചോദ്യം നിങ്ങളോടാണ് പ്രേക്ഷകരെ. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ആരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധൻ, പാകിസ്ഥാൻ അനുകൂലി,
പാകിസ്ഥാൻ്റെ ചാരൻ ആരാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കാക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.